ജൈനമതക്കാർ അവസാന തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെ ജന്മദിനം മഹാവീര ജയന്തിയായി ആഘോഷിക്കുന്നു. BC 599 ചൈത്രമാസത്തിലെ 13-ാം ചാന്ദ്ര ദിവസത്തിലാണ് മഹാവീരൻ ജനിച്ചത്. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഈ ദിവസം മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ ആണ് വരുന്നത്. മഹാവീർ ജന്മകല്യാണെന്നും മഹാവീർ ജയന്തി അറിയപ്പെടുന്നു. ജൈന പാരമ്പര്യത്തിലെ 24-ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനാണ് മഹാവീർ. നൂപുര രാജാവായ സിദ്ധാർത്ഥന്റെയും രാജ്ഞി ത്രിശാലയുടെയും മകനായി നയവംശത്തിലാണ് മഹാവീർ ജനിച്ചത്. കൽപ്പകസൂത്ര ഗ്രന്ഥത്തിൽ കുന്തഗ്രാമം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണെന്ന് പരാമർശിക്കുന്നു. ഗംഗാസമതലത്തിലെ പുരാതന പട്ടണമായ വൈശാലിക്കടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. ഗർഭകാലത്ത് മഹാവീരന്റെ മാതാവായ ത്രിശാല രാജ്ഞിക്ക് 14 ശുഭലക്ഷണങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു. ഇതെല്ലാം ഒരു മഹാത്മാവിന്റെ വരവിനെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മഹാവീരനെ ഗർഭിണിയായിരിക്കെ കുടുംബത്തിൽ സമ്പത്ത് വർദ്ധിച്ചതിനാലാണ് അദ്ദേഹത്തെ വർദ്ധമാൻ എന്ന് വിളിച്ചിരുന്നത്. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം കുടുംബം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 24 തീർത്ഥങ്കരിലൂടെയാണ് ജൈന തത്വചിന്ത വളർന്നത്. എന്നിരുന്നാലും അവസാന തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെ കാലത്താണ് അത് ഒരു മതമായി വേരൂന്നിയത്. മഹാവീരൻ തന്റെ മുൻഗാമികളുടെ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ആ വിശ്വാസങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു. മഹാവീരന്റെ മുൻഗാമിയായ പാർശ്വനാഥ തീർത്ഥങ്കരന്റെ തത്വങ്ങളും ഉപദേശങ്ങളുമാണ് അദ്ദേഹം പ്രധാനമായും പിന്തുടർന്നത്. സന്യാസിമാരും സാധാരണക്കാരും ഉൾപ്പെടെ ഏകദേശം 4 ലക്ഷം അനുയായികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ദൈവത്തിന്റെ സൃഷ്ടി, സംഹാരം എന്നീ ആശയങ്ങൾ മഹാവീരൻ അംഗീകരിച്ചില്ല. ഭൗതിക നേട്ടങ്ങൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നതിനെയും അദ്ദേഹം ശക്തമായി എതിർത്തു. ആത്മാവിന്റെ ആന്തരിക സൗന്ദര്യത്തിനും അർത്ഥത്തിനും മഹാവീരൻ പ്രാധാന്യം നൽകി. വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ ലൗകിക വസ്തുക്കളെയും ത്യജിച്ചുകൊണ്ടാണ് മഹാവീരൻ സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞത്. ഗൗതമ സിദ്ധാർത്ഥൻ എന്ന ഭഗവാൻ ശ്രീബുദ്ധന്റെ സമകാലികൻ ആയിരുന്നു ഭഗവാൻ മഹാവീരൻ. 12 വർഷം മൗനത്തിലും ധ്യാനത്തിലും ചെലവഴിച്ച മഹാവീരൻ ആഗ്രഹങ്ങളെയും ആസക്തികളെയും വികാരങ്ങളെയും അടിച്ചമർത്തി. എല്ലാ ജീവജാലങ്ങളോടും അഹിംസ പാലിച്ചു. അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തി ഉണർന്ന് പൂർണ്ണത, അറിവ്, ശക്തി എന്നിവ നേടിയപ്പോൾ മഹാവീരൻ പൂർണ്ണമായ പ്രബുദ്ധതയുടെ അവസ്ഥയിലെത്തി. ജൈനമതം പ്രധാനമായും 5 തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അഹിംസ, സത്യം, മോഷണം ചെയ്യാതിരിക്കൽ, ബ്രഹ്മചര്യം, ആരോടും ബന്ധുത പുലർത്താതിരിക്കൽ എന്നിവയാണത്. എന്നിരുന്നാലും ജൈനമതം പിന്തുടർന്ന സാധാരണക്കാർക്ക് അവരുടെ ജീവിതശൈലി പിന്തുടരുന്നതിൽ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്നതിലും അംഗീകരിക്കപ്പെടുന്ന സ്ഥാനങ്ങളിൽ നിർത്തുന്നതിനും മുൻഗണന നൽകി. BC 527 72-ാം വയസ്സിൽ മോക്ഷം പ്രാപിക്കുന്നതുവരെ ഭാരതത്തിലുടനീളം നഗ്നപാതനായി അദ്ദേഹം അലഞ്ഞു നടന്നു. ജനനം, മരണം, വേദന, കഷ്ടപ്പാടുകൾ എന്നിവയിൽ നിന്നും എങ്ങനെ പൂർണ്ണമായും മുക്തരാകാമെന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. ആഗമസൂത്രങ്ങൾ എന്നറിയപ്പെടുന്ന മഹാവീരന്റെ പ്രഭാഷണങ്ങൾ തലമുറകളായി വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും പിന്നീട് അവ നഷ്ടപ്പെടുകയും കാലാന്തരത്തിൽ വളച്ചൊടിക്കപ്പെടുകയും ചെയ്തു. ശ്വേതാംബര ജൈനരും ദിഗംബര ജൈനരും ജൈനമതത്തിലെ പ്രബലരായ 2 വിഭാഗങ്ങളാണ്. ജൈനരുടെ ഏറ്റവും വലിയ മതപരമായ ആഘോഷമാണ് മഹാവീര ജയന്തി. എല്ലാ ജൈനക്ഷേത്രങ്ങളും അലങ്കരിച്ച് ആകർഷകമാക്കുന്നു. രാവിലെ ഭഗവാൻ മഹാവീരന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് പ്രധാന ചടങ്ങ്. വിഗ്രഹം തൊട്ടിലിൽ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയാണ് മറ്റൊരു ആകർഷകത. ഈ സമയത്ത് രഥം സഞ്ചരിക്കുന്ന പാതയോരങ്ങൾ മതപരമായ ശ്ലോകങ്ങൾ കൊണ്ട് മുഖരിതമാകുന്നു. ഒരു ഹിന്ദു ക്ഷത്രിയ കുടുംബത്തിലെ രാജകുമാരനിൽ നിന്നും ആത്മീയതയുടെ ഉത്തംഗ ശ്രേണിയിൽ എത്തപ്പെട്ട ഭഗവാൻ മഹാവീരന്റെ ജീവിതയാത്ര പ്രചോദനകരമാണ്. ആത്മീയ വിമോചനത്തിന് അഹിംസ, സത്യം, അസ്തേയം, പാവനത്വം, അപരിഗ്രഹം എന്നീ 5 വ്രതങ്ങൾക്കുള്ള പ്രാധാന്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നു. ഭാരതത്തിൽ വലുതും ചെറുതുമായ 1000-ഓളം ജൈനക്ഷേത്രങ്ങളുണ്ട്. പുളിയാർമല ജൈനക്ഷേത്രം എന്നറിയപ്പെടുന്ന കൽപ്പറ്റയിലെ അനന്തനാഥ സ്വാമി ക്ഷേത്രം, മട്ടാഞ്ചേരിയിലെ ധർമ്മനാഥ ജൈനക്ഷേത്രം, ആലപ്പുഴയിലെ വാസുപൂജിസ്വാമി ജൈനക്ഷേത്രം, സുൽത്താൻ ബത്തേരി ജൈനക്ഷേത്രം, മഞ്ചേശ്വരത്തെ ചതുർമുഖ വസതി, പാലക്കാട് ജൈനിമേട് ജൈനക്ഷേത്രം എന്നിവ കേരളത്തിലെ പ്രശസ്തമായ ജൈനമത വിശ്വാസ കേന്ദ്രങ്ങളാണ്.